ഒരു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നൊക്കെ പറയുമ്പോൾ എന്തോരം നമ്മൾ ആ ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾക്കിപ്പോൾ നിങ്ങളൊരു പ്രോഫിറ്റ് മാർജിനിൽ മസ്റ്റായിട്ട് നിങ്ങൾ കയറിയിട്ടുണ്ടോ? വാട്ട് വി ഡു ഇസ് വി ആർ ഇൻവെസ്റ്റിംഗ് ഓൺ ദിസ്. ഇപ്പോൾ എന്തെങ്കിലും നമുക്ക് എക്സ്ട്രാ കിട്ടുവാണെങ്കിൽ പോലും വി കീപ്പ് ഓൺ ഇൻവെസ്റ്റിംഗ് ഓൺ ദിസ്. ഓക്കെ, നമ്മൾ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാം എന്നുള്ള. അത് എക്സ്പാൻഷൻ പ്രോജക്റ്റ്. ഓക്കെ, ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ് ഈ പറഞ്ഞ പോലെ പ്രോഫിറ്റ് കിട്ടി അവിടെ തന്നെ നിൽക്കുക എന്നുള്ള രീതിയിലല്ല, ഒന്നും കൂടി എന്തൊക്കെയാണ് പുതിയത് കൊണ്ടുവരാൻ പറ്റുക എന്നുള്ള രീതിയിലാണ്. ഇനിഷ്യലി നമുക്ക് എത്ര സ്റ്റാഫ് അല്ലെങ്കിൽ ഒരു റണ്ണിങ് ടൈമിൽ ഒരു സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എന്തോരം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞങ്ങൾ 8 പേരെ ഉണ്ടായിരുന്നു. നിങ്ങളെ എല്ലാവരെയും കൂട്ടി പിന്നെ ഫാമിലി മെമ്പേഴ്സും എല്ലാവരും വന്നിട്ടായിരുന്നു സെർവിങ്ങിനുണ്ടായിരുന്നത്. രാവിലെ നമുക്ക് നല്ല 2 ഷെഫ്മാരെ കിട്ടിയായിരുന്നു. ഇപ്പോൾ 3 പേരുണ്ട്. അഭിഷേക്, രാഹുൽ, നന്ദു, ഇവരൊക്കെയാണ് നമ്മുടെ മെയിൻ ഷെഫുകൾ. അപ്പോൾ ഇവരായിരുന്നു നമ്മുടെ ഒരു സപ്പോർട്ട്. എന്ന് വെച്ചാൽ നമ്മൾ അവർ രാവിലെ മോർണിംഗ് 5 o'clock വരും. അവിടെ ചെന്ന് തേങ്ങ അരിക്കും, ചമ്മന്തി അരിക്കും, കറികളൊക്കെ ഉണ്ടാക്കും. ഇതെല്ലാം കൊണ്ട് വന്നിട്ട് തിരിച്ച് ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ സെർവിങ് ചെയ്യും, ഉണ്ടാക്കും. സോ ദാറ്റ്സ് ദ തിങ്. പിന്നെ റൗണ്ട് ദ ക്ലോക്ക് ലൈക്ക് മോർണിംഗ് ഒരു 7 o'clock, അന്നൊക്കെ 7:30 ആ ടൈമിലായിരുന്നു സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. 11 o'clock വരെ റൺ ചെയ്ത് ഷട്ടറൊക്കെ ഇട്ട് കഴുകുമ്പോഴത്തേക്ക് അങ്കിളും അങ്കിളൊക്കെ കയറിയിരുന്ന് സീൻ കുക്കിംഗ് ഈസ് എ വെരി ഗുഡ് കുക്ക്. അപ്പോൾ അതായിരിക്കും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ആളും പോവും, ആൻറ്റി ഉണ്ടാവും. വി ഓൾ ഡിഡ് ഒരു ഫാമിലി തന്നെയായിരുന്നു. ഗ്രാജുവലിയാണ് നമുക്ക് സ്റ്റാഫൊക്കെ വന്നു തുടങ്ങിയത്. സ്റ്റിൽ അതിൽ സ്റ്റഡി അല്ല, ബിക്കോസ് ഈ ആൾക്കാരൊന്നും നിൽക്കും പിന്നെ പോകും. ബട്ട് ആ 3 ഷെഫ് ദേ ആർ വിത്ത് us. പക്ഷെ നിങ്ങൾ സോഴ്സ് ചെയ്ത് നിർത്തുന്നത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ തന്നെ ആയിരിക്കും. ഇപ്പോൾ നിലവിൽ എത്ര പേരാണ് നമുക്ക് സ്റ്റാഫ്? 30-40 ഇൻക്ലൂഡിങ് സെൻട്രൽ കിച്ചണിൽ എല്ലാവരും കൂടി കൂട്ടിയിട്ട് ഇപ്പോൾ 30-40 സ്റ്റാഫുകളുണ്ട്. ഒരു വർഷത്തിനകം തന്നെ 30-40 സ്റ്റാഫ്സ് അല്ലേ? ഫുഡ് ഇൻഡസ്ട്രിയിൽ ഒരുപാട് കോമ്പറ്റീഷൻസ് ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും സ്ട്രഗിളോ മറ്റു കാര്യങ്ങളോ നമ്മളിപ്പോൾ കറൻ്റ്ലി ഫേസ് ചെയ്യുന്നുണ്ടോ? ഇനീഷ്യലി അത് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. എനിക്ക് ഭയങ്കര ടെൻഷനും ഭയങ്കര സ്ട്രെസ്സൊക്കെ ഫീൽ ചെയ്യുമായിരുന്നു. കാരണം ബിക്കോസ് ഇതൊരു പുതിയ കൺസെപ്റ്റാണ്. അപ്പോൾ എനിക്ക് മൈസെൽഫ് ഹാവ് ടു അഡാപ്റ്റ് ടു ദിസ്. എന്നിട്ട് വേണം എനിക്ക് കസ്റ്റമേഴ്സിനെ അതിലേക്ക് വൈ ദിസ് എന്നുള്ളത് തന്നെ പുഷ് ചെയ്യാം. അപ്പോൾ അത് ഇനീഷ്യൽ ഒരു 1-2 months ഞാൻ ഭയങ്കരമായിട്ട് അപ്പോൾ അശ്വിൻ യൂസ് ടു സേ ബി കൂൾ, ആൾക്കാരെന്തും പറഞ്ഞോട്ടെ, ജസ്റ്റ് കീപ് ഡൂയിങ് ഇറ്റ്. ആൻഡ് സ്ട്രഗിൾസ് എവറി ഡേ വി ഫേസ്, എവറി ഡേ. പുള്ളിക്ക് അതൊരു സ്ട്രഗിൾ ആയിട്ട് ഫീൽ ചെയ്യാറ്. പുള്ളിയുടെ കോൺസെപ്റ്റിൽ അത്രയും ട്രസ്റ്റ് ഉണ്ടാവും. ദാറ്റ്സ് ദ തിങ്. സത്യസന്ധമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ട് ആൾക്ക് ഒരു ഫിയറും ഇല്ല. അടുത്തതായിട്ട് ഇപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഒരു മെനു എഞ്ചിനീയറിംഗ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം എങ്ങനെയാണ് അത് ഹാൻഡിൽ ചെയ്യുന്നത്? ലൈക്ക് മെനു എഞ്ചിനീയറിംഗും മറ്റു കാര്യങ്ങളെല്ലാം ഇനിഷ്യലി ഉണ്ടായിരുന്ന പോലെ തന്നെയാണോ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നത്? അതോ കുറേ സാധനങ്ങൾ മാറ്റി, കുറേ സ്നാക്സിൽ കുറേ സാധനങ്ങൾ മാറി. അതേപോലെ ഈവനിങ്ങിൽ നമ്മളിപ്പോൾ അപ്പം, അതുപോലെ വെജ് പുലാവ്, തവ പറാട്ട, കറി, പൂരി, സ്വീറ്റ് പറാട്ട, അങ്ങനെയുള്ള കുറേ ഐറ്റംസ് നമ്മൾ വീണ്ടും കയറിയിട്ടുണ്ട്. മോർണിംഗ് ആയാലും നമ്മൾ കുറേ സാധനങ്ങൾ, ഉപ്മാ, കടല, റോസ്റ്റ്, അത് ഈവനിങ്ങിൽ നമ്മൾ ഭയങ്കര നമ്മുടെ റണ്ണിങ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അങ്ങനത്തെ ഉള്ള കുറേ ഷേക്സിലും ജ്യൂസിലൊക്കെ നമ്മൾ കുറേ സാധനങ്ങൾ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. സ്റ്റിൽ ലുക്കിംഗ് ഫോർ. ഞാനിവിടെ വന്ന സമയം മുതൽ നോക്കുമ്പോഴേ ഒരുപാട് സെലിബ്രിറ്റി കൈൻഡ് ഓഫ് സ്റ്റാറ്റസ് ഉള്ള ആൾക്കാർ ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് രാവിലെ മുതൽ. ഇപ്പം ഞങ്ങൾ പിന്നെ അവരുടെ ഒരു പ്രൈവസി മാനിച്ചുകൊണ്ടാണ് ശരിക്കും അത് വിഷ്വൽ ചെയ്യാതിരുന്നത്. അപ്പോൾ ഒരുപാട് ആൾക്കാർ അങ്ങനെ ഇപ്പം സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന്, പൊളിറ്റിക്കൽ, അങ്ങനെ പല പല ഇൻഡസ്ട്രിയിൽ നിന്നുള്ള ആൾക്കാർ വന്നിരുന്ന് കഴിക്കുന്നുണ്ട്, നല്ല ആസ്വദിച്ച് അവർ കഴിക്കുന്നുണ്ട്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ? നമ്മൾ ഇങ്ങനെ ഒരു സംഭവം സ്റ്റാർട്ടപ്പ് വന്നു, അത് അവരെ പോലെയുള്ള ആൾക്കാരും കൂടെ ഇതിനകത്തോട്ട് ഇൻവോൾവ് ആവുക എന്ന് പറയുമ്പോൾ. അപ്പോൾ അങ്ങനെ വന്ന ആൾക്കാരിൽ സുപരിചിതരായിട്ടുള്ള ആൾക്കാർ ആരൊക്കെയാണ്? പേരെടുത്ത് പറയുന്നത് ഷാജി കൈലാസ് സാറാണ്. അവരുടെ ഫാമിലി, മോനായാലും പിന്നെ ആൻറ്റി, അവരൊക്കെ എപ്പോഴും വിസിറ്റ് ചെയ്യും. അവരൊക്കെ ഈ കുക്കിങ്ങിലും അല്ലെങ്കിൽ ഫൂഡിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവരുടെ സജഷൻസ് ഭയങ്കര നമുക്ക് അക്സെപ്റ്റബിൾ ആണ്. ബിക്കോസ് അവർ ആക്ച്വലി പിന്നെ അവരെന്നും വരും. സോ ഫ്രീക്വൻ്റ്ലി അവർ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുണ്ടാവും, ഉച്ചയ്ക്ക് ഉണ്ടാവും. ഇപ്രാവശ്യം ഓണം നടത്തിയപ്പോൾ ദേവതേ. അപ്പോൾ അത് നമ്മുടെ ഭയങ്കര പ്രൈം കസ്റ്റമർ. അതേപോലെ ആൻഡോ ചേട്ടൻ, ആൻഡോ ജോസഫ്, മലയാളം അദ്ദേഹം രാവിലെ ഇവിടെ ഉണ്ടായിരുന്നു. യെസ്. അപ്പോൾ അവരൊക്കെ അങ്ങനെ പിന്നെ കുറേ പേര് കേട്ടോ, ദിലീപേട്ടൻ, അവരെനിക്ക് അങ്കിളിൻ്റെ ഫാമിലി ഫ്രണ്ട്സ് ഒക്കെയാണ്. അങ്ങനെ കുറേ പേര് വരും. ശരി. പിന്നെ അവരുടെ ഇൻഫ്ലുവൻസ് ഭയങ്കരമാണ് കസ്റ്റമേഴ്സിലേക്ക്. അതെ, അവരത് അത്രയും ക്വാളിറ്റി ഉള്ളൊരു ഏരിയയിൽ തന്നെയല്ലേ അവർ പോവുള്ളൂ. അല്ലെങ്കിൽ അവർ റിസ്ക് എടുക്കാൻ അവർ തയ്യാറാവില്ല. അതെ, ഡെഫിനറ്റ്ലി. അപ്പോൾ ആ ഒരു ഇൻഫ്ലുവൻസ് കസ്റ്റമേഴ്സ് തോന്നും, ഓക്കെ ഇവരൊക്കെ ഇവരുടെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യണതാണ്. അവരോടൊന്ന് കഴിക്കുമ്പോൾ ദാറ്റ്സ് ദ തിങ്. ആസിഫിക്ക വന്നിട്ടുണ്ട്. ആളുടെ വൈഫാണ് ആദ്യം വന്നത്.
പിന്നെ അത് കഴിഞ്ഞിട്ട് ആൾ പോയി. അർജുൻ അശോകൻ വന്നിട്ടുണ്ട്. അതെയോ? അപ്പോൾ ഇവര് ആദ്യം പോയി, എന്നിട്ട് പിന്നെ ആസിഫിൻ്റെ ഒരു ദിവസം മോർണിംഗ് നോക്കുമ്പോൾ ആളുടെ വണ്ടി ഇങ്ങനെ, ഇതാണോ വണ്ടി, ഇങ്ങോട്ടാണോ നോക്കിയപ്പോൾ മോർണിംഗ് 7:30 came to have breakfast. ഇതിനെ കേട്ടിട്ട് ആൾക്ക് ഇത് എന്താണ് എന്നുള്ളത് ഈ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അത് ശരി. എന്നാൽ അപ്പോൾ സിദ്ധാർത്ഥ ഉണ്ടായിരുന്നു? യെസ്. മോർണിംഗ് 7:30 ആ ഒരു ക്ലൗഡി ഒരു ഇതായിരുന്നു, മഴ, അപ്പോൾ തിരക്കൂല, ആൾക്കൊരു പ്രൈവസി. പെട്ടെന്നൊരു മാസ്. പിന്നെ മമ്മൂക്ക മമ്മൂക്ക ഇവിടെ നിന്നാണ് മിക്കതും നമ്മൾ ഇവിടുന്ന് ഫുഡ് പാഴ്സൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു മമ്മൂക്കയുടെ. അത് ശരി. ഈ എൻജോയ്ഡ് എ ലോട്ട്. അത് ശരി. അദ്ദേഹമൊക്കെ ഹെൽത്തിനെ കുറിച്ച് പിന്നെ പറയണ്ടല്ലോ. അദ്ദേഹമൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ലാലേട്ടനും കൂടി വന്നു കഴിഞ്ഞാൽ ഏറെക്കുറെ ഫിലിം ഇൻഡസ്ട്രി കംപ്ലീറ്റ് ആയി. ഗൗതം വാസുദേവൻ മേനോൻ ആളും വന്ന് കഴിച്ചിട്ടുണ്ട്. ആള് മമ്മൂക്കയുടെയും ഒരു പടത്തിന്റെ ഷൂട്ട് ഉണ്ടായിരുന്നു, ഡൊമിനിക്. ആള് ഇവിടുന്ന് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അത് ശരി. നമുക്കൊരു അഭിമാനമാണ് അവർക്കും കേരള ക്യൂസിൻ കൊടുക്കാൻ പറ്റുക എന്നുള്ളത്. ഇപ്പോഴത്തെ ഒരുപാട് യങ് ജനറേഷൻ ആൾക്കാർ, അല്ലെങ്കിൽ ഒരുപാട് ബിസിനസ് ഓണ്ടർപ്രണേഴ്സ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവർക്ക് ഒരുപാട് ഫ്രാഞ്ചൈസി ബിസിനസ് ചെയ്യാൻ താല്പര്യം ഉണ്ടാവും. അപ്പോൾ ഐഡലി കഫേ അതിന് ഓപ്പൺ ആണോ? ഡെഫിനറ്റ്ലി ഗുഡ് ഡീൽ കംസ്, ബട്ട് നോട്ട് ലൈക്ക് ഓൺ മണി. ഡീലിന് ഉദ്ദേശിച്ചത് ഞാൻ മണിയല്ല. The thing is that the management will be us. Because ഇതേപോലെ നിലനിർത്തി കൊണ്ടുപോകുന്ന ഒരാൾ തന്നെ വേണം. ഇല്ലെങ്കിൽ then we'll do. ഈ ഒരു ക്വാളിറ്റി, ഈ ഐഡലി കഫേ ഇത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്തൊരു സാധനം നമുക്ക് അതേപോലെ തന്നെ കൊണ്ടുപോകാനുള്ള ട്രസ്റ്റ് വർത്തി ആൾ വേണം. അത് തന്നെ, അല്ലെങ്കിൽ നമുക്ക് ട്രസ്റ്റ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മാനേജ്മെൻറ്റ് തന്നെ അപ്പോൾ മാനേജ്മെൻറ്റ് തന്നെ ചെയ്യാം. അഥവാ നല്ലൊരു ആൾക്കാർ വരുവാണെങ്കിൽ ഡെഫിനറ്റ്ലി വിൽ ബി മാനേജിങ്. ബിക്കോസ് അതാണ് അതിൻ്റെ, അല്ലെങ്കിൽ എന്തിനാണ് ഐഡലി ഫ്രാഞ്ചൈസി ചോദിച്ചു വരുന്നത്. അപ്പോൾ ആ സാധനം എന്തായാലും ഈ ഒരു സക്സസ്സിൽ ഇപ്പോൾ നിൽക്കുന്ന ഒരു സമയമുണ്ടല്ലോ. ഇപ്പോൾ അത് ശരിക്കും ഈ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാനായിട്ട് നിങ്ങൾ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജീസ് ഒക്കെ ഉണ്ടാവുമല്ലോ മാർക്കറ്റിംഗ്. ഇപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഒരു സോഷ്യൽ മീഡിയ കൈൻഡ് ഓഫ് മാർക്കറ്റിംഗ് ആണെങ്കിലും അല്ലെങ്കിൽ ട്രഡീഷണൽ കൈൻഡ് ഓഫ് മാർക്കറ്റിംഗ് ആണെങ്കിലും എന്താണ് കൂടുതലും ഓപ്റ്റ് ചെയ്യുന്നത്? കാര്യം ഞാനത് ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രേക്ഷകർ അതും കേൾക്കാനായിട്ട് ആഗ്രഹിക്കും. പ്രൈമറി ആയിട്ട് ചെയ്യേണ്ടത് ഈ എന്താണ് നിങ്ങൾ പ്രസൻറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ആ പ്രസൻറ്റേഷൻ ഷുഡ് ബി ഗുഡ്. പ്രൊഡക്റ്റ് ഓർ സർവീസ് അല്ലേ, വാട്ട് എവർ ദ പ്രൊഡക്റ്റ്. അപ്പോൾ അതിൽ ഇപ്പോൾ ഫുഡാണെങ്കിൽ ദ ക്വാളിറ്റി, അതിൻ്റെ ക്വാണ്ടിറ്റി, അതിൻ്റെ പ്രസൻറ്റേഷൻ, ക്വാളിറ്റി ദ തിങ്, അത് കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ആ സാധനം ആണ് കൂടുതൽ. ക്വാണ്ടിറ്റി പലയിടത്തും നമുക്ക് അവൈലബിൾ ആണ്, ക്വാളിറ്റിയാണ് അവൈലബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് ക്വാളിറ്റി ഈസ് എ പ്രൈം തിങ്. നമ്മളത് ഏറ്റവും നന്നാക്കിയാണ്ടല്ലോ. മാർക്കറ്റിംഗ് വളരെ കുറച്ച് മതി. മൗത്ത് പബ്ലിസിറ്റി ഇസ് ദ തിങ്. അത് കഴിച്ചിട്ട് ഇഷ്ടപ്പെടുമ്പോൾ അത് പ്രൊപ്പഗേറ്റ് ആവും. അത് എല്ലായിടത്തേക്കും എത്തും. അപ്പോൾ ദാറ്റ്സ് ദ തിങ്. എനിക്ക് തോന്നുന്നു അതാണ്. ബിക്കോസ് ഞങ്ങൾ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് കുറേ നമ്മൾ കൂടുതലും എഫേർട്ട് ഇവിടെ ഇട്ടു. എന്താണ് നമ്മൾ പ്രസൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കണമെന്ന് ആ കാര്യത്തിൽ. പിന്നെ മാർക്കറ്റിങ്ങിൽ വെരി ലെസ്. നമ്മൾ ചെയ്യണ കാര്യം വൃത്തിക്കാണ് ചെയ്യണത്, നന്നായിട്ടാണ് ചെയ്യണത്. അപ്പോൾ നമുക്ക് കസ്റ്റമേഴ്സ് വരും. ആ ഒരു കാര്യം മാത്രമാണ്. ഇത് എൻ്റെ അല്ല, ഞാൻ ടോക്കിംഗ് ഓൺ ബിഹാഫ് ഓഫ് അശ്വിൻ്റെ ഐഡിയ ആണ്. ഇത്തരം ഒരു പുതിയ സംരംഭം ഇത് ഇങ്ങനെ വലിയ വിജയമായിട്ട് മാറുന്നത് ഞങ്ങൾക്കും സന്തോഷമുണ്ട്, വളരെ വലിയ സന്തോഷമുണ്ട്.